സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ പ്രവചനം വന്നിരിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണ്ടെത്തൽ. അറബിക്കടലിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനവും മഴയ്ക്ക് കാരണമാകും. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മേഘന, ശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നേരത്തെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ ചക്രവാത ചുഴിയുണ്ട്, ഒപ്പം ന്യൂനമർദ്ദ സാധ്യതയുമുണ്ട് എന്നാണ് പുതിയ അറിയിപ്പ്. വിശദാംശങ്ങൾ. മാന്നാർ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള ശ്രീലങ്കയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അത് ന്യൂനമർദ്ദമായി രൂപാന്തരപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ് നൽകുന്നത്. വരുന്ന 3 മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിനും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപിനും ഇടയിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അതും മഴയ്ക്ക് കാരണമാകാമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മെയ് 9 മുതൽ, അതായത് ഇന്നു മുതൽ 13 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഇന്ന് കേരള കർണാടക തീരങ്ങളിൽ ഈ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അതുപോലെ തന്നെ നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലയിലാണ് ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും വരുന്ന 3 മണിക്കൂർ രാത്രി വൈകിയും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.